പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇത് സൂപ്പർ അമ്മയും മകളും ആൻഡ് ശ്വേതാജി. നമ്മുടെ ഓണത്തിന്റെ ഒരു അതെ, ഓണം ആഘോഷം ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ മലയാളക്കര അല്ലെങ്കിൽ മലയാളികൾ എല്ലാവരും ഓണത്തിന്റെ ആവേശത്തിലാണ്. അതുകൊണ്ട് സൂപ്പർ അമ്മയും മകളുടെ ഫ്ലോറും ഒട്ടും അതിനൊരു കുറവ് വേണ്ടാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് എല്ലാവരും അമ്മമാരും കുട്ടികളെല്ലാവരും നല്ല മലയാള തനിമയുള്ള മലയാളി മങ്കമാരൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. നമ്മളാണ് കുറച്ച് മങ്കമാരിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്നത്. പക്ഷെ ഭയങ്കര രസമുണ്ട് നിങ്ങളെ കാണാൻ. ആൻഡ് നമ്മുടെ ഓണ ആഘോഷത്തിന്റെ ഒരു പെർഫെക്റ്റ് എൻട്രി പോലെ ഈ ഒരു ഫാഷൻ ഷോ അത് തകർത്തു. ഇനിയിപ്പോ പറയൂ, എന്താണ് ശ്വേതാജി നമ്മുടെ സൂപ്പർ അമ്മയും മകളുടെ ഓണം ആഘോഷം? ചേച്ചിക്ക് എന്തൊക്കെ എക്സ്പെക്ടേഷൻസ് ആണോ ഉള്ളത്? അല്ല, ഞാൻ ഇന്ന് ഈ വേദിയിലേക്ക് വന്നപ്പോ ഞാൻ ഇവരെല്ലാരും ഒന്ന് നോക്കൂ, എന്ത് സുന്ദരി അമ്മമാരാണ്. ചെറിയ കുഞ്ചുകൾ, ഇത് നോക്കടാ, ഇത് നോക്ക്. ഒരു ചെറിയ മുണ്ടിലെല്ലാം ശരിയായി, എല്ലാം ഒതുങ്ങി. മഹാലക്ഷ്മിന്റെ ഒരു സൈസ്, എല്ലാരും ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്. കോമ്പറ്റീഷൻ ഇല്ല എന്ന് പറഞ്ഞപ്പോ അതിന്റെ ഒരു സന്തോഷം എല്ലാവരുടെയും. അല്ല, നിങ്ങളെല്ലാരും എനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്തെല്ലാം നന്നായി ആഘോഷിച്ചു ഈ ഫെസ്റ്റിവൽ. ഇപ്പൊ കുഞ്ഞുങ്ങളായി കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാം അങ്ങനത്തെ സെയിം അതേപടിയാണോ നിങ്ങൾ നിങ്ങളുടെ വീട്ടില് ആഘോഷിക്കുന്നത്? ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് സിറ്റിയിലൊക്കെ പലരും ഓർഡർ 21 വേണോ 25 വേണോ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തുകയാണ് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് ചെയ്യുന്നത്. പണ്ട് തന്നെ ഈ കുക്കിംഗ് തന്നെ രസമായിരുന്നു. എല്ലാവരും കൂടി ഇരുന്ന് ഈ ഓണം വരുമ്പോ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ അമ്മൂമ്മയൊക്കെ ചിപ്സ് ഒക്കെ വറക്കാൻ തുടങ്ങും, അച്ചാറുകൾ ഇടാൻ തുടങ്ങും. അങ്ങനെ അതിന്റെ ഒരു വരവ് അറിയിച്ചോണ്ടേ. ഇപ്പൊ അതൊന്നും ഇല്ല, എല്ലാം നമ്മള്. പക്ഷെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് കുട്ടികൾ ലക്കുണ്ട്, നമ്മുടെ ഈ ഫ്ലോറിൽ അവർക്ക് ഓണം എന്നൊരു മെമ്മറി ആയിട്ട് അവിടെ കാണുമല്ലോ. അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. മീനാക്ഷിയൊക്കെ ഇതുവരെ ഇങ്ങനെയൊന്നും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മീനൂട്ടിയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പോണെന്ന് എനിക്ക് വയ്യ. അപ്പൊ എന്തായാലും നമ്മളിതാ ഓണത്തിന്റെ ആ ഒരു ആഘോഷത്തിലേക്ക് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറെ ദിവസങ്ങൾ ഓണവിശേഷം മാത്രമായിരിക്കും നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഓരോരുത്തരുടെ പേഴ്സണൽ വിശേഷങ്ങളും അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ നമുക്ക് കേൾക്കണം. കുറെ ഗെയിംസ് കാണും, അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പം എന്തായാലും നമുക്ക് തുടങ്ങാം അല്ലെ? ഒരു നല്ലൊരു എന്താ പറയാ ഒരു കൊരവ അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ഓണം സെലിബ്രേഷൻ തുടങ്ങാം. റെഡി അല്ലേ? Ready, 1, 2, 3, start! Arpo! Erro! 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 Arpo! Erro! 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 അപ്പോൾ ശ്വേതാജി ഓൾ ദി ബെസ്റ്റ്. ഇനി അങ്ങോട്ട് ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അയ്യോ, ഹാപ്പി ഓണം എന്ന് നമ്മൾ പറയുന്നത് ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും ഹാപ്പി ഓണമാണ്. ഹാപ്പി ഓണം. ഓക്കെ, സോ ഓണം ആയതുകൊണ്ട് നമ്മളിങ്ങനെ പെർഫോമൻസുകൾ മാത്രം കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ആവേശം കുറച്ച് കുറയും. അപ്പൊ എന്തായാലും നമ്മുടെ അമ്മമാർ ഇന്നിങ്ങനെ സുഖിച്ചിങ്ങനെ ഇരിക്കുകയാണോ? അങ്ങനെ ഞാൻ നിങ്ങളെ വിടൂല. നിങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു ഗെയിം, ഓണ ഗെയിം നമുക്ക് പറയാം, ഓണക്കളിയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോവാണ്. ലൈക്ക് നമ്മളെപ്പോഴും കുട്ടിക്കാലത്തൊക്കെ കളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ബലൂൺസ് വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. അതായത് എല്ലാവരുടെയും പുറകിൽ നമ്മൾ കുറച്ച് ഇങ്ങനെ ബലൂൺ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് സ്വന്തം ബലൂൺ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അടുത്ത ആളുടെ ബലൂണിലേക്ക് ശ്രദ്ധ കൊടുത്ത് അത് പൊട്ടിക്കാൻ ശ്രമിക്കണം. അതാണ് ഈ ഗെയിം. അപ്പോൾ ഏറ്റവും കൂടുതൽ ബലൂൺ പൊട്ടാതെ കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാണ് നമ്മുടെ വിജയമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. സമ്മാനം വേണോ വേണ്ടോ എന്ന് ശ്വേതാജി ഒന്ന് തീരുമാനിച്ചോളൂ കേട്ടോ. അപ്പം വന്നാട്ടെ, മലയാളി മങ്കന്മാരെല്ലാവരും ഒരുമിച്ച് വന്നാട്ടെ. റെഡി? ഓക്കെ, അപ്പം ഇവരുടെ സമയം 2 മിനിറ്റ് ആണ്. 2 minutes ആണ് നിങ്ങളുടെ ടൈം. And your time starts now. Music. പഠിച്ചോനെ കാത്തോണേ. അയ്യോ, छोड़ दो मुझे. പോയി ഫുള്ള് പൊട്ടിയോടെ വേണ്ട, അടുത്തു വരണ്ട. വടികട്ടാറ് വെടി പടഹമോടെ ജനമിടി തുടങ്ങി. നമ്മുടെ തക്കളി നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം?
വിദ്യ എന്തായാലും ഓസ്ട്രേലിയയിലെ പല ഓണ ഗെയിമും കളിച്ച ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഗംഭീരമായിട്ട് കളിച്ച് ജയിച്ചിരിക്കുകയാണ്. സുബാം, ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? അങ്ങനെ 2 ബലൂണുകൾ കാത്തു സൂക്ഷിച്ച് ഈ ഗെയിമിൽ വിജയശ്രീ ലാളിതയായി നിൽക്കുകയാണ് നമ്മുടെ വിദ്യ. ഭയങ്കര, അതായത് ഒരു പ്രത്യേക അങ്ങനെ എന്തെങ്കിലും ഇത് ഉപയോഗിച്ചിരുന്നു, ഒരു ട്രിക്ക് ഉപയോഗിച്ചിരുന്നു? ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കണ്ണ് വെച്ച് അപ്പുറത്തുനിന്ന് ഇതുവഴി ആരോ വരുന്നുണ്ടോ അവിടെ നോക്കും. ഭയങ്കരം തന്നെ. പക്ഷെ കാണാൻ നല്ല രസമാണ് അല്ലേ? ബലൂൺ പോയി, ബലൂൺ പോയി, ബലൂൺ പോയി, ബലൂൺ പോയി. നിനക്ക് ഭ്രാന്താടാ പന്നി, ഒരു സ്ഥലത്തില്ലടാ. അയ്യേ, എന്താ അക്രമായി കാണിക്കണേ? ആരെങ്കിലും കണ്ട മാനം പോവില്ലേ? ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം. പക്ഷെ നിങ്ങൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നിങ്ങളുടെ ഈ കളർ കോമ്പിനേഷനോട് ചുമപ്പും മഞ്ഞയും ബലൂണായിട്ട് ഇങ്ങനെ ടിങ് ടിങ്. അപ്പൊ നമുക്കൊരു സമ്മാനം കൊടുത്താലോ ശ്വേതാജി? കൊടുക്കാം. യെസ്, അപ്പൊ ശ്വേതാജി വരൂ, സമ്മാനം ദാ തരൂ. തുമ്പപ്പൂച്ചോട്ടിൽ തുമ്പിക്കു ഞാൻ. അപ്പൊ അങ്ങനെ നമ്മുടെ ജയിച്ച ഈ കുട്ടിക്ക് സമ്മാനവുമായിട്ട് ശ്വേതാജി വന്നിരിക്കുകയാണ്. ഈ വർഷത്തെ ഓണത്തിന്റെ ആദ്യ സമ്മാനമാണെന്ന് ഞാൻ കരുതുന്നു, അല്ലേ? യെസ്, അപ്പൊ ആദ്യ സമ്മാനം ശ്വേത മേനോന്റെ കയ്യിൽ നിന്നാണ്. ഏറ്റവും നല്ല ഒരു ഗിഫ്റ്റ് ആണ്. സോപ്പ് തേച്ച് കുളിക്കണ വഴുക്കാൻ വേണ്ടി എല്ലാം സോപ്പ് ഡപ്പി. ഇതൊരുമാതിരി മറ്റടുത്ത പരിപാടിയൊക്കെ കേട്ടോ. കൂറ്റ മുട്ടനാടാ, ഹിമാലയ മുട്ടനാടാന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഏപ്രാച്ചിനാണ് തന്നേക്കുന്നത്. ഗിഫ്റ്റ് കിട്ടിയാൽ അത് നല്ല ഗിഫ്റ്റ്.